പുണ്യപുരാണ പ്രവചനങ്ങൾ ശ്രീ സത്യസായി ഭാഗവതം. ഭഗവാൻ ബാബയുടെ അവതാര മഹിമയെ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ ഏതുവിധം അരുളുന്നു എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടർ EVV ശാസ്ത്രി ഇന്ത്യയിലെ അസ്ട്രോളജിക്കൽ റിസർച്ച് സൊസൈറ്റി അംഗമാണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മഹർഷീശ്വരന്മാർ കുറിച്ചിട്ട ധാരാളം നാഡീഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിക്കുകയുണ്ടായി. അതിൽ ഭഗവാൻ സത്യസായി ബാബയെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന പരാമർശം ശാസ്ത്രി കണ്ടെത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിലെ ചില ഭാഗങ്ങൾ താഴെ. അഗസ്ത്യനാഡി. മിന്നൽ പിണർ വേഗത്തിൽ സത്യസായി ബാബ രോഗികളെ സുഖപ്പെടുത്തും. തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം അവിടുന്ന് ആരോഗ്യം നൽകും. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കും. ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കും. മാനവകുലത്തിൽ ആധ്യാത്മികത പരിപോഷിപ്പിക്കും. ധർമ്മ പുനഃസ്ഥാപനം, ധർമ്മ പ്രചാരണം, ഇത് രണ്ടുമാണ് ബാബയുടെ ദൗത്യത്തിലെ പ്രധാന പ്രത്യേകതകൾ. ആദ്യാവതാരത്തിൽ അവിടുന്ന് ഷിർദി സായി ബാബയാകും. സത്യസായി ദയാസ്വരൂപൻ, പ്രേമസ്വരൂപൻ. അവിടുന്ന് ജഗത് പിതാവാകുന്നു. അവിടുന്ന് ഈശ്വരന്റെ കരുണാസാഗരമായ അവതാരം, മഹാഗുരു, സർവസംരക്ഷകൻ എന്നിവയെല്ലാം ആയിരിക്കും. ബുധനാഡി. ബാബ സദാ ആനന്ദസാഗരത്തിലായിരിക്കും. ശുഗനാഡി. അവിടുത്തെ നാമം, അവിടുത്തെ ധാമം പ്രശാന്തി നിലയം എന്നറിയപ്പെടും. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്നീ തത്വങ്ങളിലൂന്നി അവിടുന്ന് ശാന്തി സ്ഥാപിക്കുകയും ലോകം മുഴുവൻ അത് വ്യാപിപ്പിക്കുകയും ചെയ്യും. മാനവവംശത്തെ സേവിക്കുന്നതിൽ സദാ ആഹ്ലാദവാനായിരിക്കും. സമസ്ത ശക്തികളും സിദ്ധികളും സായിക്ക് അധീനം. ഈ ദിവ്യഭാവങ്ങളുള്ളവൻ പൂർവകാലത്ത് ഷിർദിവാസിയായിരിക്കും. അവിടുന്ന് സങ്കല്പസിദ്ധനാകുന്നു. സദാ നിർവികൽപ്പ സമാധി തലത്തിലായിരിക്കും. സായി ഈശ്വരാവതാരം തന്നെ. ബ്രഹ്മനാഡി. അവിടുത്തെ ജീവിതത്തിൽ വ്യാഴാഴ്ച പവിത്ര ദിനമായി മാറും. തൻ്റെ ജീവിത രീതിയിൽ, പ്രവൃത്തിയിൽ അവിടുന്ന് പുട്ടപർത്തിയിലെ ഒരു സാധാരണ വ്യക്തി എന്ന മിഥ്യാധാരണ സൃഷ്ടിച്ചെടുക്കും. നാരായണ എന്ന നാമം സ്വീകരിക്കും. ശിവശക്തി അവതാരമായിരിക്കും. ഷിർദി സായിയുടെ പുനരവതാരമായിരിക്കും. പ്രശാന്തമായ ചിത്രാവതി നദീ തീരത്തായിരിക്കും ജന്മം സ്വീകരിക്കുക. പരമശാന്തിയുടെ സ്വരൂപമായിരിക്കും അവിടുന്ന്. പഴനി ക്ഷേത്രം. പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സംരക്ഷിച്ചിരിക്കുന്ന നാഡിയിൽ ഇങ്ങനെ കാണുന്നു: തമിഴ്നാട്, കേരളം, കർണാടക എന്നിവയാൽ വലയം ചെയ്തിരിക്കുന്ന ആന്ധ്രയിൽ ചിത്രാവതി തീരത്ത് ഈശ്വരൻ അവതരിക്കും. അവിടുത്തെ നാമം സത്യനാരായണൻ. അവിടുന്ന് മഹാനായ യതി, പരമോന്നതനായ യോഗി. അവിടുന്ന് ഒരിക്കലും നിദ്രയിലേക്ക് പോവുകയേയില്ല. പത്മപുരാണം. പത്മപുരാണത്തിൽ പരാശര മഹർഷി അരുളുന്നു: പർത്തി എന്ന ഗ്രാമത്തിൽ സത്യം എന്ന പേരോടുകൂടി ഒരാൾ ജനിക്കും. ഉയരം 5 അടി 3 ഇഞ്ച്. ലോകം മുഴുവനും ആകർഷിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്ന ശക്തിയേറിയ കാന്തം പോലെ അവിടുന്ന് പ്രവർത്തിക്കും. വിൽസൺ എന്ന വെള്ളക്കാരൻ പത്മപുരാണം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടെന്ന് ബാബ ഒരിക്കൽ അരുളി. സമ്പൂർണ്ണ ജൈമിനി ഭാരതത്തിൽ സത്യസായിയെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ടെന്നും അത് ആധ്യാത്മികമായി വളരെ ഉയർന്ന വ്യക്തികളുടെ കൈവശമുണ്ടെന്നും സ്വാമി അരുളിയിട്ടുണ്ട്. ശ്രീ അരബിന്ദോ മഹായോഗി പോണ്ടിച്ചേരിയിലെ തൻ്റെ ആശ്രമത്തിൽ 1923-1926 അദ്ദേഹം കഠിന തപസ്സിൽ മുഴുകിയിരുന്നു. മാനവവംശത്തിൻ്റെ ആധ്യാത്മികോന്നതിക്കായി ഈശ്വരൻ അവതരിക്കണമെന്നായിരുന്നു ആ പുണ്യപുരുഷന്റെ പ്രാർത്ഥന. 1926 നവംബർ 24 സമാധിയിൽ നിന്നുണർന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം പ്രഖ്യാപിച്ചു: ഇന്നലെ ഭൂമിയിൽ ഈശ്വരൻ സ്വയം അവതരിച്ചു. തൻ്റെ അനന്തമായ ദിവ്യശക്തിയാൽ അവിടുന്ന് മാനവകുലത്തിൻ്റെ മനസ്സ് ഉയരത്തിലേക്ക്, ഉദാത്ത ലക്ഷ്യത്തിലേക്ക് നിയന്ത്രിച്ചു വിടും. സമസ്ത ഹൃദയങ്ങളിലും അവിടുന്ന് ആധ്യാത്മിക ദീപം കൊളുത്തും. അവിടുത്തെ ദൈവികനാദം മാനവവംശത്തിൻ്റെ മുഴുവൻ ചെവികളിൽ മുഴങ്ങും. അവതാര ദിനത്തെക്കുറിച്ചുള്ള മഹർഷിയുടെ പരാമർശത്തിൽ നിന്നും അത് ശ്രീ സത്യസായിയാണെന്ന് വളരെ വ്യക്തം. ദ ഓഷൻ ഓഫ് ലൈറ്റ്. പ്രവാചകനായ മുഹമ്മദിന്റെ ശരീരത്യാഗത്തിന് ശേഷം 7 നൂറ്റാണ്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ 25 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു. ഈ ശേഖരത്തിന്റെ പേര് ദ ഓഷൻ ഓഫ് ലൈറ്റ്. വരാൻ പോകുന്ന ഗുരുവിന്റെ പ്രതീകാത്മകമായ ധാരാളം ലക്ഷണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ശിരസിൽ കനത്ത മുടി ഉണ്ടായിരിക്കും. നെറ്റി വിശാലം, കവിളിൽ മറുക്, വൃത്തിയായി ക്ഷൗരം ചെയ്ത മുഖം, ഒരു ജോഡി വസ്ത്രം ധരിക്കും.
അഗ്നിയാളുന്ന ചുവന്ന നിറമുള്ള വസ്ത്രം. മുഖത്തിന്റെ നിറം ചിലപ്പോൾ ചെമ്പ് കണക്കെ, ചിലപ്പോൾ സ്വർണം പോലെ, മറ്റു ചിലപ്പോൾ തവിട്ടു നിറം, ചിലപ്പോൾ ചന്ദ്രനെ പോൽ. ശാരീരിക രൂപം ചെറുതായിരിക്കും. സ്ത്രീകളുടേതുപോലുള്ള പാദങ്ങൾ. ജനനം മുതലേ സമസ്ത ജ്ഞാനവും അവനിൽ ഉണ്ടായിരിക്കും. ലോകമതങ്ങളുടെ സമസ്ത നിയമസമുച്ചയവും തത്വങ്ങളും അവനിൽ ജനനം മുതലേ ഉണ്ട്. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എന്തും നൽകുവാൻ അവിടത്തേക്ക് കഴിയും. ലോകത്തിലെ സമസ്ത സമ്പത്തുകളും അവിടുത്തെ പാദങ്ങളിലെത്തും. അവിടുന്ന് ഭക്തന്മാരുടെ ഇടയിലൂടെ പോകും. അവർക്കിടയിലൂടെ സഞ്ചരിച്ച് ശിരസിൽ സ്പർശിക്കും. അവനിൽ മിഴികൾ ഉറപ്പിക്കുന്നവർ പരമാനന്ദം അനുഭവിക്കും. കുന്നിൻ മുകളിൽ താമസമാക്കും. അവിടുന്ന് ലോകം ശാന്തിപൂർണമാക്കും, പ്രശാന്തമാക്കും. ഈ ലോകേശ്വരൻ തൻ്റെ തന്നെ രൂപങ്ങൾ, പ്രതീകങ്ങൾ ശരീരത്തിൽ നിന്നും വായുവിൽ നിന്നും സൃഷ്ടിക്കും. ഈ രീതിയിൽ 27ഓളം പരാമർശങ്ങൾ. ഇവയെല്ലാം വ്യക്തമായും തെറ്റില്ലാതെയും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുമായി സംബന്ധിപ്പിക്കാവുന്നതാണ്. നോസ്റ്റർദാം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ഫ്രഞ്ചുകാരനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ സെഞ്ചുറീസ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വരാൻ പോകുന്ന ലോകത്തിന്റെ ഭരണാധികാരി വ്യാഴാഴ്ചകൾ പവിത്ര ദിനങ്ങളായി ഗണിക്കും. അവിടുത്തെ അനന്തമായ ശക്തിയിൽ, ജ്ഞാനത്തിൽ ലോകത്തിലെ സമസ്ത രാജ്യങ്ങളും അത്ഭുതപ്പെടും, അംഗീകരിക്കും. ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങാനെത്തും. വിശുദ്ധ ബൈബിളിൽ വെളിപാട് ഭാഗം ഒരു മഹാഗുരുവിന്റെ ആഗമനം വിവരിക്കുന്നു. ഒരു മാലാഖ ജോർഡന് മുന്നിലെത്തി വെളിപ്പെടുത്തി, അതാ ഒരു വെള്ളക്കുതിര. അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തൻ എന്നും സത്യവാൻ എന്നും വിളിക്കുന്നു. അവന്റെ കണ്ണുകൾ അഗ്നി പോലെ, ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ രക്തനിറമുള്ള അങ്കി ധരിച്ചിരിക്കുന്നു. ദൈവവചനം എന്ന പേരിലാണ് അവൻ വിളിക്കപ്പെടുന്നത്. മൂർച്ചയുള്ള വാൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. കരുണയുടെയും പ്രേമത്തിന്റെയും മൂർത്തിരൂപമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഇങ്ങനെ നിരവധി പുണ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്നു. ആ തൃപ്പാദങ്ങളിൽ അഭയം തേടിയവർ മഹാഭാഗ്യവാന്മാർ. എൻ്റെ ബാധ്യത എന്ത്? ഒരിക്കൽ ഭഗവാൻ ബാബയോട് അവിടുത്തെ മഹിമയുടെ രഹസ്യം എന്തെന്ന് ഒരാൾ ചോദിച്ചു. ഭഗവാൻ തിരിച്ചു ചോദിച്ചു, എൻ്റെ മഹിമ നിന്നോട് വെളിപ്പെടുത്താൻ എനിക്ക് എന്തു ബാധ്യതയാണുള്ളത്? ഇനി അഥവാ നിനക്കത് അറിയണമെന്ന തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ സാഷ്ടാംഗം എന്നെ പ്രണമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക: മഹാപ്രഭു, കരുണയാലെ അവിടുത്തെ മഹിമ എനിക്ക് വെളിപ്പെടുത്തി തന്നാലും. നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിന്നിൽ കരുണ തോന്നിയാൽ അപ്പോൾ ഞാൻ എൻ്റെ മഹിമ വെളിപ്പെടുത്താം. അഹങ്കാരം കൊണ്ട് ആർക്കും ഭഗവാനെ ലഭിക്കില്ല. ഓം തത് സത്.